ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ 777 പോർട്ടൽ ഓൺ ആവുന്ന ദിവസമാണ്. ഈ മാസം ജൂലൈ 7-ാം തീയതിയും ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് ചെയ്തിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഫലം കിട്ടിയിരുന്നു. അവരൊക്കെ മെസ്സേജും അയച്ചിരുന്നു. അപ്പോൾ നാളെ വരുന്നത് ഈ വർഷത്തെ അവസാനത്തെ 777 പോർട്ടലാണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി ആ ഒരു യൂണിവേഴ്സ് സ്പിരിച്വാലിറ്റിയോട് കണക്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടിയിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു കമൻ്റാണ് ആദ്യം തന്നെ പങ്കുവെക്കുന്നത്. ഈ ഒരു കമൻറ്റ് പങ്കുവെക്കുന്നതിൻ്റെ കാരണം ഇന്നലെയാണ് എനിക്ക് ഈ ഒരു കമൻറ്റ് വന്നത്. അതായത് ജൂലൈ 7-ാം തീയതി ഞാൻ 777 പോർട്ടൽ ഓണാണെന്നും അന്ന് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചും വീഡിയോയും ഇട്ടിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്ത ഒരാൾക്ക് ഇന്നലെയാണ് ഫലം കിട്ടിയത്. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കാരണം ഇത് ചെയ്ത് പിറ്റേ ദിവസം മുഴുവൻ എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങും. അതായത് ചേച്ചി ഞാൻ ചെയ്തു, എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഒരാൾ ഇത് ചെയ്തിട്ട് ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു വ്യക്തിക്ക് ഫലം കിട്ടിയത്. അത്രയും നാൾ ആ വ്യക്തി ക്ഷമയോടുകൂടി കാത്തിരുന്നു. അപ്പം പ്രേമി AK എന്നാണ് പേര് കാണിച്ചിരിക്കുന്നത്. കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും ആ വ്യക്തിക്ക് അത്രയും ദിവസങ്ങൾക്ക് ശേഷം ഫലം കിട്ടി. നമ്മൾ ചെയ്തതിന് ശേഷം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പം പ്രപഞ്ചം ആ ഒരു റിപ്ലൈ നമ്മളിലോട്ട് എത്തിച്ചു തന്നിരിക്കും. അപ്പം കമൻറ്റ് ഇട്ടതിന് ഒരുപാട് നന്ദി. അപ്പം ഇന്ന് നമുക്ക് നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നാളത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. പൂയം നക്ഷത്രവും കൂടിയിട്ടാണ്. പൂയം നക്ഷത്ര ദിവസം നമ്മൾ എന്ത് ചെയ്താലും അതിന് ഫലം അധികമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് ഈ ഒരു 777 മാനിഫെസ്റ്റേഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ വീണ്ടും കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കും, നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് ആണോ കേൾക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണോ, എനിക്ക് ചെയ്യാമോ ചേച്ചി എന്നുള്ളത്. എന്തൊരു റെസ്ട്രിക്ഷൻസും ഈ ഒരു കാര്യത്തിന് ബാധകമല്ല. പീരിയഡ്സ്, പുലവാലായ്മ, നോൺ വെജ് കഴിച്ചു, കുളിച്ചിട്ടില്ല, അങ്ങനെയൊന്നും നിങ്ങളെ ബാധിക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. യാതൊരു വിധത്തിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ചെയ്യാവൂന്നോ അങ്ങനെയൊന്നും ഇതില്ല. ഇത് യൂണിവേഴ്സലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്യേണ്ടുന്ന സമയം നാളെ രാവിലെ 7-നും 7-7-നും ഇടയ്ക്കുള്ള സമയത്ത് നമ്മളിത് ചെയ്ത് തീർത്തിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ വൈകുന്നേരം 7-നും 7-7-നും ഇടയ്ക്കുള്ള സമയത്ത് ഇത് ചെയ്ത് തീർക്കണം. നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് എഴുതണം. ഇനി ഇന്നിത് കാണാൻ ലേറ്റായി പോയി, 7 മണി കഴിഞ്ഞു, അങ്ങനെയുള്ളപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അറ്റ് ലാസ്റ്റ് ഒരു ടൈം എന്ന് പറയുന്നത് 7 മണി മുതൽ 7:59 വരെയുള്ള സമയം. അത് രാവിലെയും വൈകിട്ടും. ഏറ്റവും നല്ല ഫലം നമുക്ക് ലഭിക്കുന്നത് 7-നും 7-7-നും ഇടയ്ക്കുള്ള ആ ഒരു 2 സമയമാണ്, രാവിലെയും വൈകിട്ടും. അതല്ലാണ്ട് മറ്റൊരു സമയത്തും നമ്മൾക്കിത് എഴുതാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഇത് എഴുതാൻ വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്, അല്ലെങ്കിൽ മക്കളുടെ ബുക്കിൻ്റെ പേപ്പർ, ലൈൻസ് ഇല്ലാത്ത പേപ്പർ തന്നെ വേണം. പേന എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലെ, കറുത്ത കളറിലെ മഷി ഒഴിച്ച് ഏതൊരു ഇങ്കും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആവുക. ഇപ്പോൾ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷപ്പായി ഒരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ് വല്ലതും മൂക്കിൽ നിന്ന് ശ്വാസം വെളിയിലോട്ടും അകത്തോട്ടും വിടുക. അതായത് നമ്മുടെ മനസ്സും ബോഡിയും ഒന്ന് കൂളാവാൻ. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ആഗ്രഹം എഴുതുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അത് 2 മുതൽ 5 മിനിറ്റ് വരെ, അത്രയും സമയം വരെ നമ്മൾ ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങൾ ഒരു A4 ഷീറ്റ് പേപ്പറും പേനായും എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഏറ്റവും മുകളിൽ 777 എന്ന് എഴുതുക. മോർണിംഗ് എന്നുള്ളതും ആ സമയവും എഴുതേണ്ട. ഞാൻ ആ സമയമാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവിടെ കാണിച്ചതേ ഉള്ളൂ. രാവിലെ 7 മണിക്കും 7-7-നും ഇടയ്ക്കുള്ള സമയം. അതിനുശേഷം 1 to 7 നമ്മൾ നമ്പർ ഇടുക. നമ്പർ ഇട്ടതിന് ശേഷം നമ്മൾ എഴുതേണ്ടത്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ആം ഏണിങ് 1 lakh rupees പെർ മന്ത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞത് നന്ദിയുണ്ട് പ്രപഞ്ചമേ, ഞാൻ ഒരു മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നില്ല, മലയാളത്തിലും എഴുതാം. നന്ദി പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടിയതിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലിയിൽ സന്തോഷമായി ഇരിക്കുന്നു. നന്ദിയുണ്ട് പ്രപഞ്ചമേ, എനിക്ക് നല്ല
ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നതിൽ. അങ്ങനെ നമ്മുടെ ആവശ്യം എന്താണോ അതിന് തൊട്ട് മുൻപായിട്ട് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നന്ദി പ്രപഞ്ചമേ എന്ന് ചേർത്തിട്ട് അത് തന്നതിന് നന്ദി. അപ്പം നമ്മൾ നന്ദിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ്. പക്ഷെ ആദ്യം നമ്മൾ ആ പ്രപഞ്ചത്തിനോടുള്ള നന്ദിയാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്കിത് തലേ ദിവസം തന്നെ ഈ ഒരു 777 എന്ന് എഴുതി 1 to 7 വരെ നമ്പർ ഇട്ടിട്ട് എന്ത് എഴുതണമെന്നുള്ളത്, അതായത് ഇന്ന് വൈകിട്ട് തന്നെ എന്ത് എഴുതണമെന്നുള്ളത് മനസ്സിൽ കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് രാവിലെ ആ 7നും 7:07 ഇടയ്ക്കുള്ള 7 മിനിറ്റ് കൊണ്ട് എഴുതി തീർത്താൽ മതിയാവും. ഹറിബറി പിടിച്ചെഴുതരുത്. നമ്മളത് എഴുതുമ്പോൾ ആ വിഷ്വലൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ട് അത് നടന്നതായിട്ട് കണ്ടിട്ട്, അതായത് ഒരു കാര്യം നടന്നു കഴിയുമ്പം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു സന്തോഷം നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കുകയാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ എഴുതി അല്ലെങ്കിൽ നിങ്ങളൊരു പൂജ ചെയ്തു, അതിന് റിസൾട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു നന്ദി നിങ്ങൾ എന്നോട് പറയില്ലേ? അതായത് താങ്ക് യു ചേച്ചി പറഞ്ഞ ആ കാര്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊരു മെസ്സേജ് എനിക്ക് അയക്കുമ്പം ആ മെസ്സേജിലുള്ളത് നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് കംപ്ലീറ്റ് ആണ്, അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം ഫുൾ എക്സ്പ്രസ് ചെയ്താണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം അതേ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതേ ഒരു സന്തോഷം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിന് കൊടുക്കുകയാണ് എഴുതിക്കൊണ്ട്. അപ്പോൾ അത് മനസ്സിൽ കാണണം. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തകളും പാടില്ല. അതായത് ഇത് നടക്കാത്ത കാര്യമാണല്ലോ, ഇത് നടന്നില്ലല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഇത് ഓൾറെഡി ഹാപ്പൻഡ്, അതായത് നടന്നു കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു സന്തോഷം ഇപ്പോൾ ഒരു പേഴ്സണോട്, നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു അതേ രീതിയിൽ യൂണിവേഴ്സിനോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി പൂജാമുറിയിലോ മണി പേഴ്സിലോ എവിടെയെങ്കിലും കാണുന്ന ഒരിടത്തോ വെക്കുക. എന്നിട്ട് വൈകിട്ട് 7നും 7:07 ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് ഈ പേപ്പർ എടുക്കുക. ഇതേ വാക്ക് സെയിം ലെറ്റേഴ്സ് തന്നെ നമ്മൾ വീണ്ടും 7 പ്രാവശ്യം എഴുതുന്നു. അങ്ങനെ എഴുതിയതിന് ശേഷം മനസ്സിൽ നമ്മൾ വീണ്ടും യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് മനസ്സിൽ, അത് എഴുതണ്ട, നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. അതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി നിങ്ങൾ കിടക്കുന്ന പില്ലോയ്ക്ക്, ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കിത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. വലിയ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പറിൻ്റെ ഒറ്റ സൈഡിൽ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനിയിപ്പം 2 സൈഡിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മടക്കി നിങ്ങൾ കിടക്കുന്ന തലയിണയുടെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങാം. അതായത് ആഗ്രഹം സാധിക്കുന്നത് വരെ, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി 21 ഡേയ്സ്. ഇനി അങ്ങനെ പില്ലോയ്ക്ക് അടിയിൽ വെക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ, അങ്ങനെ എവിടെയാണോ ഉള്ളത് അവിടെ വെക്കുക. ഒറ്റ സൈഡിൽ മാത്രമായിട്ടാണ് നിങ്ങളിത് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്തായിട്ട് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. കിച്ചണിലോ ബെഡ്റൂമിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മൾ വീണ്ടും അത് വായിച്ച് നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്, ഈ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടി. ഇനിയിപ്പോൾ കിച്ചണിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഒട്ടിച്ച് വെക്കാം. അങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ച് വെക്കുക. ആഗ്രഹം സാധിച്ച ശേഷം അത് കത്തിച്ച് ആ ഒരു ചാരം പ്രപഞ്ചത്തിന് സമർപ്പിച്ച് വീണ്ടും പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കിട്ടുന്ന ഒന്നാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. നാളത്തെ ദിവസം ആരും തന്നെ മിസ് ചെയ്യരുത്. കാരണം പൂയം നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്. സ്പിരിച്വലി നമ്മൾ കൂടുതൽ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസവും കൂടി ആയിട്ടുണ്ട്. ഈ ഒരു 777 പോർട്ടൽ ഓണും ആയതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.